നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലൂടെ നടന്നിട്ടുണ്ടോ? ആഡംബര ഹോട്ടലുകളും നേവി ആസ്ഥാനവും കപ്പലുകളും നിറഞ്ഞ ആ തിരക്കേറിയ ദ്വീപ് കണ്ടിട്ടെന്തു തോന്നുന്നു? നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഉറച്ച മണ്ണാണെന്നോ? ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന ദ്വീപ് വെറും 100 വർഷങ്ങൾക്ക് മുൻപ് ലോകഭൂപടത്തിലുണ്ടായിരുന്നില്ല. അതൊരു പ്രകൃതിദത്തമായ സ്ഥലമല്ല. കടലിന്റെ അടിത്തട്ടിൽ മീനുകൾ നീന്തി നടന്നിരുന്ന, നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടന്ന ചെളിയും മണ്ണും മാത്രമാണത്. ഒരു മനുഷ്യൻ പ്രകൃതിയോട് യുദ്ധം ചെയ്ത് കടലിന്റെ വയറ് കീറി പുറത്തെടുത്ത മണ്ണുകൊണ്ടുണ്ടാക്കിയ വിസ്മയം. വിശ്വാസം വരുന്നില്ലല്ലേ? കഥ തുടങ്ങുന്നത് 1920കളിലാണ്. അന്ന് കൊച്ചി ഒരു തുറമുഖമായിരുന്നില്ല. കപ്പലുകൾക്ക് പേടിയുള്ള ഒരു ശാപമായിരുന്നു. അറബിക്കടലിൽ നിന്നും വരുന്ന വലിയ കപ്പലുകൾക്ക് കൊച്ചിയിലേക്ക് അടുക്കാൻ കഴിയില്ല. കാരണം വെള്ളത്തിനടിയിൽ ഭീമാകാരമായൊരു മണൽത്തിട്ട അഥവാ സാൻഡ് ബാർ ഉണ്ടായിരുന്നു. കപ്പലുകൾ 5 കിലോമീറ്റർ ദൂരെ പുറംകടലിൽ നങ്കൂരമിടണം. ഈ മണൽത്തിട്ട പൊട്ടിച്ചു മാറ്റാൻ പറ്റില്ലെന്നും പ്രകൃതിക്കെതിരായ വെല്ലുവിളിയാണെന്നും അന്നത്തെ എഞ്ചിനീയർമാർ വിധിയെഴുതി. പക്ഷേ ലണ്ടനിൽ നിന്നും ഒരാൾ വന്നു, ഒരു ഭ്രാന്തൻ എഞ്ചിനീയർ, സർ റോബർട്ട് ബ്രിസ്റ്റോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മണൽത്തിട്ട മാറ്റും, അവിടെ കപ്പലുകൾ വരും. പക്ഷേ ബ്രിസ്റ്റോയ്ക്ക് മുന്നിൽ മറ്റൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു: പണം. കടലിന്റെ അടിത്തട്ടിളക്കി മറിക്കാൻ അന്നത്തെ കാലത്ത് വേണ്ടത് കോടികളാണ്. ബ്രിട്ടീഷ് സർക്കാർ മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ബദ്ധശത്രുക്കളെപ്പോലെ കഴിഞ്ഞിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും കൈകോർത്തു. അന്നത്തെ മദ്രാസ് ഗവർണർ ലോർഡ് വെല്ലിംഗ്ടൺ മുൻകൈയെടുത്തു. കൊച്ചി രാജാവും തിരുവിതാംകൂർ മഹാറാണിയും തങ്ങളുടെ ഖജനാവുകൾ തുറന്നു. ഇതൊരു വലിയ ചൂതുകളിയായിരുന്നു. പദ്ധതി പരാജയപ്പെട്ടാൽ 2 രാജ്യങ്ങളുടെയും സമ്പാദ്യം കടലിൽ പോകും. പക്ഷേ ആ രാജാക്കന്മാർ ബ്രിസ്റ്റോ എന്ന എഞ്ചിനീയറെ വിശ്വസിച്ചു. അവരാ റിസ്ക് എടുത്തു. ആ പണം ഉപയോഗിച്ച് ബ്രിസ്റ്റോ കൊണ്ടുവന്നത് ലോർഡ് വെല്ലിംഗ്ടൺ എന്ന ഭീമാകാരമായ ഡ്രെഡ്ജർ കപ്പലായിരുന്നു. അതൊരു കപ്പലായിരുന്നില്ല, കടലിനെ വിഴുങ്ങുന്ന രാക്ഷസനായിരുന്നു. 1926ൽ പണി തുടങ്ങി. ആ കപ്പലിന്റെ വലിയ പൈപ്പുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി. അത് മണ്ണും ചെളിയും പാറയും കടിച്ചു പറിച്ചെടുത്ത് വലിയ കുഴലുകളിലൂടെ പുറത്തേക്ക് ചീറ്റി. രാപ്പകലില്ലാതെ ആ യന്ത്രം ഗർജിച്ചു. കടലിന്റെ അടിയിൽ നിന്ന് വാരിയെടുത്ത ആ കോടിക്കണക്കിന് ടൺ മണ്ണ് എന്തു ചെയ്യും? ബ്രിസ്റ്റോയ്ക്ക് ഉത്തരമുണ്ടായിരുന്നു. അദ്ദേഹം ആ മണ്ണ് കായലിന്റെ ഒരറ്റത്ത് കൂട്ടിയിട്ടു. അതൊരു മാജിക്കായിരുന്നു. ഡ്രെഡ്ജർ തുപ്പിയ ആ ചെളിയിൽ നിന്ന് മെല്ലെ മെല്ലെ ഒരു പുതിയ കര സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്നു. അതാണ് ഇന്നത്തെ വെല്ലിംഗ്ടൺ ഐലൻഡ്. ബ്രിട്ടീഷുകാരനായ വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരാണെങ്കിലും ആ മണ്ണിൽ തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ഏകദേശം 90 ലക്ഷം രൂപയാണ് അന്ന് ചെലവായത്. പക്ഷേ ഫലമോ? കൊച്ചിക്കൊരാഴമേറിയ തുറമുഖവും ലഭിച്ചു, ഒപ്പം സൗജന്യമായി ഒരു ദ്വീപും ലഭിച്ചു. റോബർട്ട് ബ്രിസ്റ്റോ എന്ന ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കൊച്ചി വെറും കായൽ മാത്രമായി അവശേഷിച്ചേനെ. അടുത്ത തവണ നിങ്ങൾ വെല്ലിംഗ്ടൺ ഐലൻഡിലൂടെ നടക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ചവിട്ടി നിൽക്കുന്നത് വെറും മണ്ണിലല്ല, ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി വാരിയെടുത്ത കടലിന്റെ ആത്മാവിലാണ്. ചരിത്രമുറങ്ങുന്നത് പുസ്തകങ്ങളിലല്ല, ഈ മണ്ണിലാണ്. ഇത് മായാകാഴ്ചകൾ.